എല്ലാവർക്കും ടെക് ഫോളിയോ ഹബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് ജേണിയിലാണുള്ളത്. അപ്പോൾ പല ചെറിയ ചെറിയ കാര്യങ്ങളും അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് വെയിറ്റ് കൂടാം, നമ്മുടെ ശരീരഭാരം കൂടാം. അപ്പോൾ ചെറിയ ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു നോളജ് നമുക്കുണ്ട് ഇതെങ്ങനെയാണ് ഈ ഒരു വെയിറ്റ് കൂടുന്നതും കുറയുന്നതും എന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് നമുക്ക് ഒരു ഐഡിയലായിട്ട് നിലനിർത്താനും ഹെൽത്തി ആയിട്ടിരിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കലോറി എന്നാൽ എന്താണ്, അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ആവുന്നത്, എങ്ങനെയാണ് ഡിപ്ലീറ്റായി പോകുന്നത്, അങ്ങനെയുള്ളൊരു ചെറിയൊരു ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്കിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന എല്ലാത്തിൻ്റെയും കലോറി കാൽക്കുലേറ്റ് ചെയ്യണം, അങ്ങനെയല്ല. നമുക്കൊരു അറിവുണ്ടായിരിക്കണം നമ്മൾ എത്ര കലോറീസ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു അതിനെപ്പറ്റി കോൺഷ്യസ് ആവാതെ ചുമ്മാ കഴിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ എക്സസ് കലോറീസ് ആവും, അത് ഫാറ്റായിട്ട് കൺവേർട്ടായിട്ട് നമുക്ക് പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് കാരണമാവും. അപ്പോൾ എന്താണ് കലോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എനർജിയുടെ യൂണിറ്റാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഭക്ഷണത്തിൽ നിന്ന് എത്രമാത്രം എനർജി നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ടോ അതിൻ്റെ ഒരു യൂണിറ്റാണ് കലോറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 200 കലോറീസ് 300 കലോറീസ് എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്രയും എനർജി നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതാണ് ഒരു എനർജിയുടെ യൂണിറ്റാണ് കലോറി. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫാറ്റ് ബേൺ ചെയ്യുന്നതൊക്കെ നമ്മൾ എന്താ പറയുക ജസ്റ്റ് പറയുന്നത്. ഓക്കെ, ഇത്ര കലോറീസ് ബേൺ ആയി അല്ലെങ്കിൽ ഇത്ര കലോറീസ് നമ്മൾ കഴിച്ചു. അപ്പോൾ അതിനൊക്കെ ഒരു യൂണിറ്റ് വേണമല്ലോ. എനർജിയുടെ യൂണിറ്റാണ് കലോറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റിംഗ് ദ ഡെയിലി കലോറി നീഡ്സ്. ഇപ്പോൾ ഒരു മനുഷ്യന് എത്രമാത്രം എനർജി ഡെയിലി വേണം അത് നമ്മൾ കാൽക്കുലേറ്റ് നമുക്ക് എത്രമാത്രം കലോറി വേണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെ ഇത് ചെയ്തിട്ടാണ്, നമ്മുടെ ഏജ്, നമ്മുടെ ഹൈറ്റ്, നമ്മുടെ വെയിറ്റ്, മെയിലാണോ ഫീമെയിലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളനുസരിച്ചിട്ടാണ് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനർജി ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നടക്കാനും നമുക്ക് എക്സസൈസ് ചെയ്യാനൊക്കെ എനർജി വേണമെന്ന് നമുക്കറിയാം. അത് കൂടാതെ നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ നമുക്ക് എനർജി ആവശ്യമുണ്ട്. നമ്മൾ ചുമ്മാ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എനർജി ആവശ്യമുണ്ട്. നമുക്ക് പഠിക്കാനും നമുക്ക് വർക്ക് ചെയ്യാനും ഇരുന്നുകൊണ്ടുള്ള ജോലിക്കൊക്കെ എനർജി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് പ്രവർത്തിക്കാൻ വേണ്ടി ഹാർട്ട്, കിഡ്നി അങ്ങനെയുള്ള ഓർഗൻസ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എനർജി ആവശ്യമുണ്ട്. അതിനെ നമ്മൾ ജനറലായിട്ട് പറയുന്ന ഒരു പേരാണ് ബേസൽ മെറ്റബോളിക് റേറ്റ്, BMR എന്ന് പറയും. BMR ഈസ് ദ നമ്പർ ഓഫ് കലോറീസ് യു ബേൺ അറ്റ് റെസ്റ്റ് കീപ്പിംഗ് യുവർ ബോഡി ഫങ്ഷനിങ്. നമ്മുടെ ജസ്റ്റ് ബോഡി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിനെയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ടോട്ടൽ വേണ്ട ഒരു കലോറീസിൻ്റെ, ഒരു മനുഷ്യന് ഒരു ദിവസത്തിൽ വേണ്ട ഒരു കലോറീസിൻ്റെ ഒരു മേജർ ഭാഗവും ഈ BMRന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. പിന്നെ ആക്ടിവിറ്റി ലെവൽ, നമ്മൾ കൂടുതൽ ആക്റ്റീവായിട്ടിരുന്നാൽ നമുക്ക് കൂടുതൽ കലോറീസ് ആവശ്യമുണ്ടാവും. എക്സസൈസ് ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് കൂടുതൽ കലോറി വേണം, കൂടുതൽ എനർജി വേണം. എക്സസൈസ് ചെയ്യാത്ത ഒരാൾക്ക് അത്ര എനർജിയുടെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഏജ്, ജെൻഡർ, ആക്ടിവിറ്റി ലെവൽ, ബോഡി കോമ്പോസിഷൻ, ഇതൊക്കെയാണ് നമ്മുടെ ഡെയിലി കലോറി നീഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇപ്പോൾ നിറയെ ഓൺലൈൻ കാൽക്കുലേറ്റേഴ്സ് അവൈലബിൾ ആണ് ആക്ച്വലി. ഇപ്പോൾ നമുക്ക് എത്രമാത്രം കലോറി വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ കാൽക്കുലേറ്ററിൽ പോയിട്ട് നമുക്ക് ഡെയിലി എത്ര കലോറീസ് എനർജി ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എൻ്റെ ഒരു ഇൻപുട്സ് ഇതിനകത്ത് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഏജ്, ജെൻഡർ, ഹൈറ്റ് ആൻഡ് വെയ്റ്റ് കൊടുത്തിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് മുന്നേ വൺ മോർ ഇൻപുട്ട് ഉണ്ട്. നമുക്ക് ഇത് ആക്ടിവിറ്റി ലെവൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാതെ നമ്മുടെ ജസ്റ്റ് ബോഡി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി ഈ BMR സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ മോഡറേറ്റ് നോ എക്സസൈസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയൊരു എക്സസൈസ് അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ലൈറ്റ് എക്സസൈസ് ആണെങ്കിൽ ദിസ് വൺ, മോഡറേറ്റ് ആണെങ്കിൽ ദിസ് വൺ. ഇപ്പോൾ ഞാൻ മോഡറേറ്റ്ലി എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ജസ്റ്റ് ഡെയിലി ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എനിക്കുണ്ടാവും. വാക്കിംഗ് ആയാലും ജസ്റ്റ് എന്തെങ്കിലും ചെറിയ എക്സസൈസ്, ബോഡി വെയ്റ്റ് എക്സസൈസ് ആയാലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഞാൻ ഇത് സെലക്ട് ചെയ്യണം. ഇത് സെലക്ട് ചെയ്ത് കാൽക്കുലേറ്റ് പറയുമ്പോൾ
എനിക്ക് മെയിൻറ്റെയിൻ വെയിറ്റ്, എനിക്കിനി വെയിറ്റ് കൂടരുത്. എനിക്കിപ്പോൾ ഉള്ള വെയിറ്റ് 85 kgs, ഞാൻ കൊടുത്ത 85 kgs തന്നെ നിലനിർത്തണമെങ്കിൽ ഞാൻ ഡെയിലി ഇൻടേക്ക് ചെയ്യേണ്ട കലോറീസ് എത്രയാണ്, ഇതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ഗെയിൻ ആവും. അതുപോലെ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം. 85 എന്നുള്ളത് എനിക്ക് കുറയ്ക്കണമെങ്കിൽ ഒരു മൈൽഡ് വെയിറ്റ് ലോസ് എന്നുള്ള കാറ്റഗറി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2444 കലോറീസാണ് നമുക്ക് ഡെയിലി ഇൻടേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 0.25 kg, 1/4 കിലോ വീക്ക്ലി വെയിറ്റ് ലോസ് ഉണ്ടാവും. ഇനി ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും 0.5 kg, 1/2 കിലോ ഒരു വീക്കിൽ കുറയണം. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2194 കലോറീസാണ് ഞാൻ ഇൻടേക്ക് ചെയ്യേണ്ടത്. അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും കലോറീസ് ഇൻടേക്ക് ചെയ്യുമ്പോൾ ഞാനൊരു കലോറി ഡെഫിസിറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കലോറി നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ഏകദേശം 500 കലോറീസ് വരും. ഈ 500 കലോറീസാണ് ഞാൻ ഡെഫിസിറ്റിലാണുള്ളത്. അപ്പോൾ ആ 500 കലോറീസ് എൻ്റെ ശരീരത്തിൽ നിന്ന് ഓൾറെഡി സ്റ്റോർഡ് ഫാറ്റ് ഡിപ്ലീറ്റ് ആയി പോയിട്ട് എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ അതങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, നമുക്ക് എത്ര വേണം. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വർക്കൗട്ട്, ചെറിയ വാക്കിംഗ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, അത് അങ്ങനെ ഒരിക്കലും ഇരിക്കാൻ പാടില്ല, നമുക്ക് ഹെൽത്തി അല്ലാന്ന് അറിയാമല്ലോ. അപ്പോൾ ഇത് ഏതെങ്കിലും ഈ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മോഡറേറ്റ് അല്ലെങ്കിൽ ലിറ്റിൽ ഓർ നോ എക്സസൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓർ ഇത് വേണ്ട ലൈറ്റ് ആൻഡ് മോഡറേറ്റ്, ലൈറ്റ് എക്സസൈസ് ഓർ മോഡറേറ്റ് എക്സസൈസ്. ഈ 2 ഓപ്ഷനും ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ ലൈറ്റ് ഓർ മോഡറേറ്റ് ഇത് വേണ്ടവർക്ക് ഇതൊക്കെ സെലക്ട് ചെയ്യാം. ബട്ട് ഞാൻ ഈ വീഡിയോ ഇൻറ്റൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ട് ഫിറ്റ്നസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ചെയ്യുന്നവർ വെരി ആക്റ്റീവ്ലി അവർ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഫിറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാർ ഇൻറ്റൻറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ അവർ ചെറിയ എക്സസൈസ് അല്ലെങ്കിൽ മോഡറേറ്റ് ലെവലിൽ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡെയിലി ലൈറ്റായിട്ടോ അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടോ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട കലോറീസ്, വെയിറ്റ് ലോസ്, നമുക്ക് ഇനി കുറച്ചുകൂടെ വെയിറ്റ് ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയും കലോറീസ് നമുക്ക് ഇൻടേക്ക് ചെയ്യാം അറൗണ്ട്. അല്ലെങ്കിൽ ഈ വെയിറ്റ് നമുക്ക് നിലനിർത്തി പോയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാലറീസ് നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലറിയുടെ ഒരു കാൽക്കുലേറ്റർ നമുക്ക് ഒരു അറൗണ്ട് അപ്രോക്സിമേറ്റ് കലോറി വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം, നമുക്ക് എത്ര കാലറീസ് ഒരു ദിവസം വേണമെന്നുള്ളത്. ദെൻ ഗോയിങ് ബാക്ക് ടു ദ സ്ലൈഡ്, നമുക്ക് സ്ലൈഡിലേക്ക് തിരിച്ചു പോകാം. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ഇത് കലോറീസ് എങ്ങനെയാണ് സ്പെൻഡ് ഇൻ എ ഡേ. ഓക്കെ, റെസ്റ്റിംഗ് മെറ്റാബോളിസം, അതായത് BMRന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്ത് ജീവനോടെ വയ്ക്കുന്നതിനുള്ള ഒരു എനർജി. ദെൻ തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ്, അതായത് നമ്മൾ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും, പ്രോട്ടീൻ ഉണ്ടാവും, ന്യൂട്രിയൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഓരോ ഘടകങ്ങളും എന്താ പറയുക ഡൈജസ്റ്റ് ആകാൻ വേണ്ടി ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് എനർജിയാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ കാർബോഹൈഡ്രേറ്റൊക്കെ ചെറിയൊരു എനർജി മതി, പക്ഷേ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ എനർജി വേണം. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതുവഴി നമുക്ക് കൂടുതൽ ഹെൽത്തി ആയിരിക്കാൻ പറ്റും. അതുപോലെ കൂടുതൽ എനർജി അതിന് വേണ്ടിയിട്ട് ബേൺ ആവുകയും ചെയ്യും. അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുക ഡെയിലി, അതൊരു ഹാബിറ്റായിട്ട് ഇതാക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കലോറീസ് അതുവഴി ബേൺ ആവും. വാക്കിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ലൈറ്റ് ജോഗിങ്, പുഷപ്സ്, അങ്ങനെയുള്ള ബോഡി വെയ്റ്റ് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതും നമ്മുടെ കലോറി നമുക്ക് ബേൺ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഈ കാലോറീസ് നമ്മളിപ്പോൾ കഴിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് അത് ഡൈജസ്റ്റ് ആയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ എനർജി നമുക്ക് സ്റ്റോർ ആവുന്നത് നമ്മുടെ ലിവറിലും മസിൽസിലുമാണ്. ഓക്കെ, അത് ഗ്ലൈക്കോജൻ ആയിട്ടാണ് സ്റ്റോർ ആവുന്നത്. അത് ഇമ്മീഡിയറ്റ്ലി ഒരു ടെമ്പററി സ്റ്റോറേജാണ്, നമ്മൾ റാം എന്ന് പറയുന്നതാണ്, ടെമ്പററി സ്റ്റോറേജാണ്, അതിലേക്ക് സ്റ്റോർ ആവും. അപ്പോൾ ആ സ്റ്റോർ ആയ എനർജി നമ്മുടെ ഇമ്മീഡിയറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഈ ലിവറിലും മസിൽസിലും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നേക്കാൾ കൂടുതൽ എനർജിയാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ എനർജി നമ്മൾ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ലോങ് ടൈമിലേക്ക് വേണ്ടി സ്റ്റോർ ആവും. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ശരീരത്തിന് ഒരു എനർജി റിക്വയർമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ലിവറിലും മസിൽസിലേക്കുമാണ് പോവുക. അവിടെ നിന്ന് സ്റ്റോർ ആയിരിക്കുന്ന ഗ്ലൈക്കോജൻ ആണ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എനർജി നീഡ്സ് മീറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഇതിൻ്റെ സ്റ്റോറേജ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ ഫാറ്റിലേക്ക് പോകും. അപ്പോൾ ഫാറ്റ്
നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൻ്റെ അടിയിൽ സ്റ്റോർ ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ചുറ്റും വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫാറ്റിന് അതാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കലോറി ഡെഫിസിറ്റിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പോകുക വിസറൽ ഫാറ്റിലേക്കായിരിക്കും. ആ ഫാറ്റാണ്, അത് കുറച്ച് ഡേഞ്ചറസ് ഫാറ്റാണ്. അപ്പോൾ ആ ഫാറ്റായിരിക്കും ഫസ്റ്റ് ബേൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്കിൻ ഫയറിലേക്ക് പോകുക. അപ്പോൾ ഈ സ്കിന്നിൽ പലയിടങ്ങളിലായിട്ട് നമുക്ക് ഫാറ്റ് സ്റ്റോർ ആവാറുണ്ട്. ചെസ്റ്റ്, വയറ്, കൈകൾ, തൈസ്, അങ്ങനെ പല ശരീരഭാഗങ്ങളിൽ സ്റ്റോർ ആവുന്നു. അപ്പോൾ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ജനറ്റിക്സ് വെച്ചിട്ടാണ്. അതുപോലെ ഹോർമോൺസും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് വയറിൽ മാത്രം ഫാറ്റ് വരും, വേറെ ബാക്കിയുള്ള ശരീരഭാഗമൊക്കെ നോർമലായിരിക്കും. അപ്പോൾ അത് അവരുടെ ജനറ്റിക്സാണ്. ചിലർക്ക് ബോഡിയുടെ എല്ലാ ഭാഗത്തും ഫാറ്റ് ഉണ്ടാവും. കമ്പാരിറ്റീവ്ലി ഫ്ലാറ്റ് ചെസ്റ്റിൽ കൂടുതലായിരിക്കും, വയറിൽ കൂടുതലായിരിക്കും, തൈസിൽ ചിലപ്പോൾ കൂടുതലായിരിക്കും. അതൊക്കെ അവരുടെ ജനറ്റിക്സാണ്. പിന്നെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് ബേൺ ആവുമ്പോൾ ഈവൻ ആയിട്ടാണ് ഫാറ്റ് ബേൺ ആവുന്നത്. ഓക്കെ, ഒരു സെയിം റേറ്റിലാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഫാറ്റ് ബേൺ ആവുന്നത് മോസ്റ്റ്ലി. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഭാഗങ്ങളിൽ ഫാറ്റ് ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും, ചില ഭാഗങ്ങളിൽ ഫാറ്റ് ഡെൻസിറ്റി കുറവായിരിക്കും. ചിലപ്പോൾ മുഖം നമ്മുടെ, അതുപോലെ തന്നെ നമ്മുടെ കൈകൾ, അവിടെയൊക്കെ ഫാറ്റിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടത്തേക്ക് ഫാറ്റ്, ഒരു ലെയർ ഓഫ് ഫാറ്റ് ബേൺ ആയി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വിസിബിൾ ചേഞ്ച് വരും. ഓക്കെ, എൻ്റെ നമ്മുടെ കയ്യിൽ വണ്ണം കുറഞ്ഞു, അല്ലെങ്കിൽ കയ്യിൽ ഫാറ്റ് പോയി എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നും. അതേസമയം ഫാറ്റിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിൽ, ചെസ്റ്റിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡെൻസായിട്ടായിരിക്കും ഫാറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് ഒരു ലെയർ ഓഫ് പോയി എന്ന് വെച്ചാലും, ഒരു ലെയർ ഫാറ്റ് ബേൺ ചെയ്താലും നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയില്ല, ബിക്കോസ് അത് ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ ചില ശരീരഭാഗങ്ങളിലെ ഫാറ്റ് എത്ര വർക്കൗട്ട് ചെയ്തിട്ട് കുറയുന്നില്ല എന്ന്. അത് ഗ്രാജുവലി നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് ഡയറ്റൊക്കെ നോക്കുമ്പോഴാണ് ആ ഒരു ഫാറ്റും കൂടെ ബേൺ ആയിട്ട് നമ്മൾ ഫൈനലി ഒരു ഫിറ്റ്നസ് സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വർക്കൗട്ട് അല്ലെങ്കിൽ ഡയറ്റൊക്കെ നോക്കി തുടങ്ങുമ്പോൾ തന്നെ ചില ഭാഗങ്ങളിൽ ഫാറ്റ് പോയി, ഈ ഭാഗത്ത് മാത്രം ഫാറ്റ് പോകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഭാഗത്തും ഫാറ്റ് പോകുന്നുണ്ട്. അവിടുത്തെ ഡെൻസിറ്റി കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയി തോന്നില്ല, സ്റ്റിൽ അവിടെ ഫാറ്റ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മുടെ കലോറി ഡെഫിസിറ്റിലാവുമ്പോൾ അവിടെ നിന്ന് ആ ഭാഗത്തു നിന്ന് ഫാറ്റ് ഇങ്ങനെ ബേൺ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഗ്രാജുവലി അവിടുത്തെ ഫാറ്റ് കംപ്ലീറ്റ് ആയി ബേൺ ചെയ്തിട്ട് നമുക്കൊരു ഫിറ്റായിട്ടുള്ള ബോഡി നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ദെൻ കലോറി ഡെഫിസിറ്റ് ഡയറ്റ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എത്രമാത്രം കാലറീസാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, നമ്മൾ മെയിൻറ്റെയിൻ ആ വെയിറ്റ്, നമ്മുടെ കറണ്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത്രയും കാലറീസ് നമുക്ക് കഴിക്കാം. പക്ഷേ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് 2194, അതായത് 500 കാലറി കുറവേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 500 കാലറി കുറവ് കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇത്ര വേണം, പക്ഷേ നമ്മൾ ഇത്രേ കഴിക്കുന്നുള്ളൂ. പക്ഷേ ആ ബാക്കി 500 കാലറി നമ്മുടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിൽ നിന്ന് എടുക്കും. അപ്പോൾ അവിടുത്തെ ഫാറ്റ് ബേണായിട്ട് നമ്മുടെ വെയിറ്റ് കുറയും. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കുക, വെയിറ്റ് ലോസ് ആണ് നമ്മുടെ ഒരു എയിം എങ്കിൽ നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു കേസാണ്, എൻ്റെ ഒരു കലോറി നീഡ്സാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ വെയിറ്റ് ലോസ് ആണ്, എനിക്ക് ഇനി വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ 2444 അല്ലെങ്കിൽ 2194 കലോറീസ്, ഇതിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നോർമൽ ആൾക്കാർ 2444 അല്ലെങ്കിൽ 2194 കാലറീസ് ഞാൻ ഇൻടേക്ക് ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു റേറ്റിൽ. അപ്രോക്സിമേറ്റ്ലി എൻ്റെ വെയിറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ വെയിറ്റ് ആണെങ്കിൽ 2694 കാലറീസ് എനിക്ക് കഴിക്കാം. അപ്പോൾ ഈ ഒരു എമൗണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവാം. ഈ എമൗണ്ട് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾക്ക് എത്ര കാലോറീസ് നമ്മൾ കഴിക്കുന്നുണ്ടെന്നുള്ളൊരു അപ്രോക്സിമേറ്റ്, നമ്മൾ ഡെയിലി നമ്മളൊരു ഭക്ഷണങ്ങൾ കഴിക്കുമല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച്, ഡിന്നർ, അതുകൂടാതെ ഇടയ്ക്ക് ചായ, പിന്നെ സ്നാക്സ്, ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ടാവും നമ്മൾ. അപ്പോൾ നമ്മൾ മെയിൻ കോഴ്സസ്, അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ആ ഒരു 3 പ്രാവശ്യമായിട്ട് നമ്മൾ എത്ര കലോറി ഇൻടേക്ക് ചെയ്യുന്നുണ്ട്, പ്ലസ് ഒരു 200-300 കാലോറീസ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും. അതായത് കൂടുതൽ കാലോറീസ് ഉള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക. അപ്പോൾ അത് നമ്മൾ റോ ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് അതിനകത്ത് കാലോറീസ് കുറവായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ 3 നേരത്തെ ആഹാരത്തിൻ്റെ കാലോറീസ് നമ്മൾ അസ്യൂം ചെയ്തിട്ട് അതിൻ്റെ ഇപ്പോൾ ഒരു 200-300 കാലോറീസ് കയറി കഴിഞ്ഞാൽ അതാണ് നമ്മൾ മാക്സിമം ഇൻടേക്ക് ചെയ്യുന്ന കാലോറീസ്. അപ്പോൾ 200 കാലോറീസൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഡെയിലി കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ എത്ര കാലോറീസ് ഉണ്ട് എന്ന് നമ്മൾ ഏകദേശം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഒരു ദിവസം ഒരു പീസ് കേക്ക് കഴിച്ചു, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പായസം കുടിച്ചു. അപ്പോൾ ആ പായസം കേക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് ഹൈലി ഷുഗർ കണ്ടൻറ്റുള്ള സാധനമാണ്, അതിൻ്റെ അകത്ത് കൂടുതൽ കാലോറീസ് അവൈലബിൾ ആണ്. അപ്പോൾ
നമ്മൾ മനസ്സിലാക്കുക ആ ദിവസം നമ്മൾ കൂടുതൽ കലോറീസ് കഴിച്ചിട്ടുണ്ട് നമ്മൾ നോർമലി കഴിക്കുന്നതൊക്കെയായി. ഏതർ നമ്മൾ അന്നത്തെ അത് നമ്മുടെ ഫുഡിൽ ബാലൻസ് ചെയ്യുക, ഫുഡ് അത്രയും കഴിക്കാതിരിക്കുക, നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്ന അത്രയും കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ ഷുഗർ കണ്ടൻറ്റ് വളരെ കുറയ്ക്കുക. അതർവൈസ് നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യാൻ ആ ദിവസം ഒരു 2 കിലോമീറ്റേഴ്സ് 3 കിലോമീറ്റേഴ്സ് കൂടുതൽ നടക്കുക, ഓടുക. അപ്പോൾ ആ കാലറീസ് അപ്പം തന്നെ ബേൺ ചെയ്ത് കിട്ടും. സോ അത് ഒരു ഫാറ്റായി ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒക്കേഷനിൽ കഴിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വർക്കൗട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഡയറ്റിൽ അതിനുള്ള ബാലൻസിങ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഡെയിലി എന്തൊക്കെ കാലറീസാണ് നമ്മൾ കഴിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനൊരു ചെറിയൊരു അപ്രോക്സിമേറ്റ് കാലറീസിൻ്റെ ഒരു ടേബിൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ രാവിലെ നോർമലി കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് വെച്ചാൽ അപ്പം, പുട്ട്, ഇടിയപ്പം, ദോശ അങ്ങനെയുള്ള ഐറ്റംസാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ അപ്പമാണെങ്കിൽ 120 കാലറീസ് ഉണ്ട് ഒരപ്പത്തിൽ. അപ്പോൾ നമ്മൾ 3 അപ്പം കഴിച്ചാൽ തന്നെ ഒരു 360 കാലറീസായി. ഒരു പീസ് ഓഫ് പുട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു 300 കാലറീസായി. ഇടിയപ്പം ആണെങ്കിൽ 1 പീസിന് 70 ആണുള്ളത്. അപ്പോൾ അതൊരു 4 ഇടിയപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ 280-300 കാലറീസിൻ്റെ അടുത്ത് വരും. അപ്പോൾ ഇതായിരിക്കും നമ്മൾ നോർമലി കഴിക്കുന്ന ഒരു 3 അപ്പം, 4 ഇടിയപ്പം, ഒരു പുട്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 300 കാലറീസ് ഇതിനകത്ത് വരുന്നുണ്ട് ടോട്ടലി. 3 അപ്പം, 4 ഇടിയപ്പം, ഒരു പുട്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ 300 കാലറീസ് അപ്രോക്സിമേറ്റ്ലി വരുന്നുണ്ട്. അതിനൊപ്പം നമ്മൾ ചെറിയ ഒരു പഴം എല്ലാം കഴിക്കുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു 100 കാലറീസോ വരും. അപ്പോൾ ഒരു 400 കാലറീസായി. പിന്നെ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ബിവറേജസിൻ്റെ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ടീ കുടിക്കുകയാണെങ്കിൽ ഒരു 100 കാലറീസ് അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ ഓൾ ഓവർ ഇതെല്ലാം കൂടെ കൂടി വരുമ്പോൾ ഒരു ഐഡിയയിൽ നമ്മളൊരു പുട്ട്, പഴം, ചായ എന്നുള്ളൊരു ഇത് ചായ നമ്മളിപ്പോൾ വിത്ത് ഷുഗറാണ്, വിത്തൗട്ട് ഷുഗർ എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലും കുറച്ചുകൂടെ കലറി കുറഞ്ഞ് കിട്ടും. അപ്പോൾ മാക്സിമം ഒരു 500 കാലറീസാണ് നമ്മൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, പുട്ട്, കടലക്കറി, ചായ അങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പോൾ ഒരു 500 കാലറീസ് നമ്മൾ എന്താ പറയുക രാവിലെ നമ്മൾ എടുത്തു. ഉച്ചത്തെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ചോറാണ് കഴിക്കുന്നത്, ചോറും കറികളാണ് കഴിക്കുന്നത്. ഇപ്പോൾ ചോറെന്ന് പറയുമ്പോൾ ഒരു 200 ഗ്രാംസ് ഓഫ് മട്ട റൈസ്, പാലക്കാടൻ മട്ട നോക്കുകയാണെങ്കിൽ മാക്സിമം ഇന്ന് 250 കാലറീസാണ്. ഓക്കെ, അപ്പോൾ ഒരു 200 ഗ്രാംസിലാണ് ഇത്ര ഉള്ളത്. അപ്പോൾ നമ്മൾ 250 ഗ്രാംസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 350 കാലറീസിൻ്റെ അടുത്ത് നമ്മൾ കഴിക്കുന്നുണ്ട്. അതിനൊപ്പം നമ്മൾ കുറച്ച് കറികളും കഴിക്കുന്നുണ്ടാവുമല്ലോ, ബാക്കി എന്തെങ്കിലും തോരനം അല്ലെങ്കിൽ ഫിഷ് ഫ്രൈയോ ഫിഷ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറി അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു 200 കാലറീസാണ് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 500-600 കാലറീസ് നമ്മൾ ഉച്ചയ്ക്ക് നോർമലി നമ്മൾ കഴിക്കേണ്ടത്. 600 കാലറീസിൻ്റെ അടുത്ത് നമ്മൾ കഴിക്കുന്നുണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ രാവിലെ 500, ഉച്ചയ്ക്ക് ഒരു 600 കാലറീസ്. ഇപ്പോൾ ചോറെന്ന് പറയുമ്പോൾ 250 ഗ്രാം എടുത്തിട്ടുള്ളൂ. ഓക്കെ, അത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് കാലറീസ് കൂടും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു 600 കാലറീസ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി എടുക്കാം. രാവിലെ ഒരു 500 ആയി. അപ്പോൾ ഒരു 1100 ആയി ടോട്ടൽ. പിന്നെ ഡിന്നർ ഐറ്റമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സെയിം റൈസ് തന്നെ. ഇപ്പോൾ എൻ്റെ കേസ് വീട്ടിലൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈസാണ് കഴിക്കുന്നത്. മോസ്റ്റ്ലി ചപ്പാത്തി കുറവാണ്. ബിക്കോസ് ചപ്പാത്തി കുറച്ചുകൂടെ ന്യൂട്രീഷ്യസ് ആണെങ്കിലും പക്ഷേ കാലറീസ് സെയിം ആണ്. ബിക്കോസ് ഒരു ചപ്പാത്തി തന്നെ ഒരു 100 കാലറീസിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ 3 ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ 300 കാലറീസായി. അതേസമയം റൈസും ചമ്മന്തി കഴിക്കുകയാണെങ്കിൽ 300 കാലറീസ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് വലിയ വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഉച്ചത്ത് കഴിച്ച ഒരു സെയിം ലെവലിൽ തന്നെ നമ്മൾ വൈകിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു 600 കാലറീസ് അവിടെയായി. അപ്പോൾ ഒരു ടോട്ടലൊരു 1700 കാലറീസായി. പക്ഷേ നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി വെയിറ്റ് ലോസ് 0.5 kg വെയിറ്റ് ലോസിന് നമുക്ക് 2200 കാലറീസ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ 1700 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് ഇടയ്ക്ക് നമ്മളൊരു ചായ കുടിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അല്ലെങ്കിൽ സലാഡ്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. എന്നാലും അതൊരു 200-300 കാലറീസ് വരും. അപ്പോഴത്തേക്കും ഒരു 2000 കാലറീസ് ആയി നമ്മൾ ടോട്ടൽ. 1700 പ്ലസ് 300 കാലറീസ് 2000 ആയി. എക്സ്ട്രാ നമുക്കൊരു 200 കാലറീസ് കൂടെ കഴിക്കാം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചോറിൻ്റെ എമൗണ്ട് നമ്മൾ 250 ഗ്രാമാണ്, അതൊരു 300 ഗ്രാം ആക്കാം. 2 നേരം ഒരു 300 ഗ്രാം ചോറ് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ 2200 എന്ന് പറഞ്ഞ കാലറീസിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ആ ചോറിൻ്റെ എമൗണ്ടിലാണ് നമ്മൾ കറികൾ പിന്നെ നമ്മൾ
ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടാവും. അതിനകത്ത് ഒരു കലോറിയിലേക്ക് അധികം കലോറീസ് വരില്ല, ചോറിനകത്താണ് മേജർ കലോറീസ് വരുന്നത്. അപ്പോൾ നമ്മൾ എനിക്കിപ്പോൾ ഈ ഒരു കലോറി നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ ഈ രീതിയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കലോറി ഡെഫിസിറ്റിലാണ് ഞാൻ വരിക, എനിക്ക് വെയിറ്റ് ലോസ് സാധ്യമാവുകയും ചെയ്യും. ഇത് കൂടാതെ ഞാൻ ഒരു ചോക്ലേറ്റ് കഴിക്കുന്നു, അല്ലെങ്കിൽ കേക്ക് പീസ് കഴിക്കുന്നു, അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ കാലറീസ് ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള പോർഷൻസ് കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മളത് റെഗുലർലി ഫോളോ ചെയ്യുന്ന രീതിയിൽ തന്നെ കഴിച്ചിട്ട് എക്സ്ട്രാ ഫാറ്റ് ബേൺ ചെയ്യാനുള്ള വർക്കൗട്ട്സ്, എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കതൊരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള കേരള ഫുഡ് ഐറ്റംസിൻ്റെ കലോറി വാല്യൂസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഐറ്റംസ് നോക്കണമെങ്കിൽ പോസ് ചെയ്തിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് കലോറീസ് അറിയാൻ പറ്റും. എൻ്റെ ഒരു കേസിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2200 കാലറീസ് എന്നുള്ളത് അറിയാതെ കൂടുതൽ കലോറീസ് കഴിച്ചതാണ് പ്രശ്നം. അതായത് നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഈ പറഞ്ഞ കുഴിമന്തി, ബിരിയാണി, കേക്ക് ഐറ്റംസ്, ഷുഗറി ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ എക്സസ് കലോറി വന്നപ്പോൾ അതാണ് നമ്മൾ ഫാറ്റായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ നമുക്കൊരു ഇതിപ്പോൾ എക്സാക്ട്ലി ഓരോന്നിൻ്റെ കാലറി കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റർ എടുത്തത് കൂട്ടി കുറച്ച് അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏകദേശം എത്ര കാലറീസ് കഴിക്കേണ്ടത് നമുക്ക് അറിയാം. അതിൽ നമ്മൾ മേ ബി നമ്മൾ കറക്റ്റ് കാലറീസ് ആയിരിക്കും കഴിക്കേണ്ടാവും ഒരു ഐഡിയൽ ഒരു ഡേയിൽ. അപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ ഷുഗറി ഐറ്റംസ് കൂടുതൽ കഴിക്കുമ്പോഴാണ് ഈ എക്സസ് കാലറീസ് വരുന്നതും ഫാറ്റായിട്ട് കൺവേർട്ട് ആവുന്നത്. അപ്പോൾ അതൊന്നും നമ്മളൊന്ന് മോണിറ്റർ ചെയ്തിട്ട് അതൊന്ന് ഇടയ്ക്ക് കഴിച്ചാൽ തന്നെ അതിനുള്ള കോമ്പൻസേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് ഡെയിലി ഒരു ലൈറ്റ്ലി അല്ലെങ്കിൽ മോഡറേറ്റ്ലി വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല, അമിതഭാരം ഉണ്ടാവില്ല. നമ്മുടെ BMI ഇപ്പോഴും നോർമലായിരിക്കും. ഇപ്പം ഇൻ കേസ് അമിതഭാരം ഉള്ളവർ, അതായത് BMI ഹൈ റേറ്റിലുള്ളവർ ഇങ്ങനെ ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഒരു മീഡിയം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ മോഡറേറ്റ്ലി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു 0.5 kg പെർ വീക്ക് നമുക്ക് വെയിറ്റ് കുറയും ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരം. അല്ലെങ്കിൽ അത് കുറയും, എന്തായാലും കുറയും. അപ്പോൾ ഒരു മന്തിൽ നോക്കുകയാണെങ്കിൽ 2 kg കുറയും. അപ്പോൾ ഒരു 6 മന്ത് കൊണ്ട് ഒരു 10-12 കിലോ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതൊരു കോമ്പൗണ്ടിങ് എഫക്റ്റാണ്. ഇപ്പോൾ ഒരു വീക്ക്ലി 0.5 kg എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെറുതായിട്ട് തോന്നും. പക്ഷേ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു മാസം 2 കിലോ, 2 മാസം കഴിയുമ്പോൾ 4 കിലോ, അങ്ങനെ 6 മാസം കൊണ്ട് ഒരു 12 കിലോ വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും, ഹെൽത്തി ആയിട്ട്. നമ്മൾ നോർമലി കഴിക്കുന്ന ആഹാരം വെച്ചിട്ട്, അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ കീറ്റോ ഡയറ്റും മറ്റേ ഡയറ്റൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ കുറേ പേർക്ക് പൈസ കൊണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇതൊക്കെ. അപ്പോൾ മോഡേൺ ലൈഫ് സ്റ്റൈലിലാണ് ഇങ്ങനെയുള്ള കൂടുതൽ ഈ അമിതഭാരവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവായതുകൊണ്ടാണ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ നോർമലി എക്സസൈസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആഹാരം കഴിച്ചിട്ട് കുറച്ച് നേരം നടക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ നോർമൽ ഫിസിക്കൽ ആക്ടിവിറ്റി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കലോറീസൊക്കെ അങ്ങനെ ബേൺ ആവുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഡെഡിക്കേറ്റ്ലി ഒരു 1 hour 1.5 hour ഒക്കെ നമ്മളൊരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഒരു ഡെയിലി ഒരു 24 hours ഇൻ എ ഡേയിൽ നമ്മളൊരു 1 hour അറ്റ്ലീസ്റ്റ് 1 hour അല്ലെങ്കിൽ 1.5 hour നമ്മുടെ ഫിറ്റ്നസ്സിന് വേണ്ടി നമ്മൾ ഡെയിലി ഡെഡിക്കേറ്റ് ചെയ്യുക. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വെയിറ്റ് കുറയാനും ഫിറ്റായിട്ടും ജീവിക്കാനും സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇത്രയാണുള്ളത് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ കലോറി ഡെഫിസിറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. ദെൻ വിസറൽ ആൻഡ് സ്കിൻ ഫാറ്റ്, ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വിസറൽ ഫാറ്റ് എന്ന് വെച്ചാൽ വെരി ഡേഞ്ചറസ്. ആ ഒരു ഫാറ്റാണ് നമുക്ക് ഏറ്റവും ഫസ്റ്റ് ബേൺ ആവാനുള്ള, അതുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് ബേൺ ആവാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, വിസറൽ ഫാറ്റ് ഈസ് ജനറലി ബേൺ ഫസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹയർ ഹെൽത്ത് റിസ്ക്. അപ്പോൾ നമുക്കിപ്പോൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു സിമ്പിൾ ഇൻഫർമേഷനാണ്, ബട്ട് പവർഫുൾ ഇൻഫർമേഷനുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു വെരി മച്ച്.